ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അർച്ചനയും അവന്തികയുമാണ്. അർച്ചനയുടെ വണ്ടിക്ക് മുന്നിൽ തടസ്സമായി വന്ന് നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് അവന്തിക ഡ്രൈവറിനോട് പറയുകയാണ്, താൻ വണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ, അർച്ചന മേഡത്തിനെ ഞാൻ കൊണ്ടുവന്നോളാം. ഇത് കേൾക്കുന്ന അർച്ചന പരിഭ്രാന്തിയോടെ അവന്തികയെ നോക്കുന്നു. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന അർച്ചന അവന്തികയോട് ചോദിക്കുകയാണ്, എന്താ കാര്യം? ഞാൻ എൻ്റെ കൂട്ടുകാരി സന്ധ്യയെ വിളിച്ച് പറഞ്ഞു. അർച്ചന സേതുമാധവനോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനായിട്ട് വിയർപ്പുമുട്ടി നിൽക്കുകയാണെന്ന്. അതെ, ശരി തന്നെ. പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങളല്ല, നിങ്ങൾ ഇതുവരെ ചെയ്തു കൂട്ടിയ എല്ലാ കാര്യങ്ങളും. ഏറ്റവും അവസാനത്തേതായി ആ മാനേജർ വിജയെ നിങ്ങൾ കൊന്നതും. അങ്ങനെ ഞാൻ സത്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോഴേ ആദ്യം നിങ്ങൾക്ക് നെല്ലിശ്ശേരിയിൽ നിന്നും ശിക്ഷ കിട്ടും, അതിനുശേഷം നിയമത്തിൻ്റെ മുന്നിലും. ഇത് കേൾക്കുന്ന അവന്തിക ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അയ്വാ, നിന്റെ ഐഡിയ കൊള്ളാലോ. ഞാൻ എന്താണെങ്കിലും ജയിലിൽ പോകും. ജയിലിൽ പോയി വന്നതിന് ശേഷം ഞാൻ നന്നാവുകയും ചെയ്യും. പക്ഷേ അത് മാനേജർ വിജയെ കൊന്നിട്ടോ സന്ധ്യയെ കൊന്നിട്ടോ ഒന്നുമായിരിക്കില്ല. നെല്ലിശ്ശേരിയിൽ നീ അടക്കം എല്ലാവരെയും കൊന്നിട്ടാകും ഞാൻ ജയിലിൽ പോകുന്നത്. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, നല്ല ആത്മവിശ്വാസം. പക്ഷേ ഈ ആത്മവിശ്വാസമേ ഞാൻ ഇവിടെ നിന്ന് നെല്ലിശ്ശേരി എത്തുന്നത് വരെ മാത്രം കാണൂ. അല്ല, നീ പറയും എന്ന് പറയുന്നുണ്ടല്ലോ. നീ ആരോടാ പറയാൻ പോകുന്നത്? നെല്ലിശ്ശേരിയിലെ ജഡ്ജായ സേതുമാധവനോടോ? എന്നാലേ നീ ചെല്ലാൻ പോകുന്നത് നെല്ലിശ്ശേരി എന്ന മരണ വീട്ടിലേക്കായിരിക്കും. നീ ചെല്ലുമ്പോഴേക്കും സേതുമാധവൻ അവിടെ മരിച്ചു കിടപ്പുണ്ടായിരിക്കും. ഇത് കേൾക്കുന്ന അർച്ചന ഒരു ഞെട്ടലോടെ അവന്തികയെ നോക്കുമ്പോൾ അവന്തിക പറയുകയാണ്, അതിനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ടാ ആത്മവിശ്വാസത്തോടെ ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഇന്ന് സേതുമാധവന് മരുന്നുകൾ എടുത്തു കൊടുക്കുന്നതും ഇൻസുലിൻ നൽകുന്നതും എല്ലാം തന്നെ അനഘയാ. അനഘ സിറിഞ്ചിൽ നിറയ്ക്കുന്നതേ ഇൻസുലിൻ അല്ല, വിഷമാണ്. അയാളുടെ എല്ലാ രോഗത്തിൽ നിന്നും അയാൾക്ക് മുക്തി നേടാനുള്ള വിഷം. നീ എല്ലാം പറയാനായി അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അയാൾ ഈ ലോകം വിട്ടു തന്നെ പോയിട്ടുണ്ടാകും. അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ നീ നിന്റെ തീരുമാനം മാറ്റണം. ഇത് കേൾക്കുന്ന അർച്ചന ഒരു ഞെട്ടലോടെ അവന്തികയെ നോക്കുകയാണ്. എനിക്ക് നിന്നോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. അബദ്ധം കാണിച്ച് സേതുമാധവനെയും മക്കളെയും നീയായിട്ട് കൊല്ലാൻ നിൽക്കണ്ട. എൻ്റെ എന്തെങ്കിലും കാര്യം അവിടെ ആരെയെങ്കിലും നീ അറിയിക്കാൻ നോക്കിയാലേ എല്ലാത്തിൻ്റെയും അവസാനം നിനക്ക് നല്ലൊരു പേര് തന്നെ കിട്ടും, വിധവ. വിധവയായിട്ട് നിനക്ക് അധിക സമയമൊന്നും ജീവിക്കേണ്ടി വരില്ല. അതിനു മുമ്പേ ഞാൻ നിന്നെയും അങ്ങോട്ടേക്ക് തന്നെ പറഞ്ഞു വിടും. എന്നാലേ അവന്തികേട്ടത്തി പോകട്ടെ, വെപ്രാളം പിടിച്ചൊന്നും വരണ്ട. നീ പതിയെ ഒരു ഓട്ടോ പിടിച്ച് വന്നാൽ മതി. അത്രയും പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് പോകുമ്പോൾ ആകെ തകർന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് സച്ചി അജയനെ കാണാനായി ചെല്ലുന്നതാണ്. ആതിരയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കണമെന്നും ആതിരയും എൻ്റെ അനിയനുമായി അടുപ്പത്തിലാണെന്നും സച്ചി പറയുമ്പോൾ അജയൻ പറയുകയാണ്, എൻ്റെ പൊന്നളിയ, ഓരോ പെണ്ണുങ്ങൾ പറയുന്നത് കേട്ട് ഇങ്ങനെ പെണ്ണുങ്ങളെപ്പോലെ എന്നോടൊന്നും വന്ന് പറയാതെ. സച്ചിദാനന്ദൻ എങ്ങനെയാണോ അർച്ചനയെ സ്നേഹിക്കുന്നത് അതേപോലെ തന്നെ ഈ അജയൻ ആതിരയും സ്നേഹിക്കുന്നുണ്ട്. തുടർന്ന് അജയന്റെ കാരണം പുകച്ച് ഒന്ന് കൊടുക്കുകയാണ് സച്ചി. ഞാനേ തിരിച്ചു തല്ലാത്തത് ഇതൊരു പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് മാത്രമാണ്. കൂടാതെ ദയാനന്ദ മാഷിന്റെ മരുമക്കള് പൊതുസ്ഥലത്ത് കിടന്ന് വഴക്കുണ്ടാക്കുന്നെന്നറിഞ്ഞാലേ അത് എൻ്റെ അമ്മായച്ചനും കൂടി നാണക്കേടാ. പിന്നെ എന്താണെങ്കിലും അജയൻ ആതിരയെ മറക്കാനും പോകുന്നില്ല, ആതിരയെ വിവാഹം ചെയ്യുന്നതിൽ നിന്നും പിന്മാറാനും പോകുന്നില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അജയൻ അവിടുന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് സച്ചി. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവന്തികയുടെ വാക്കുകൾ കേട്ട് ധൃതിയിൽ നെല്ലിശ്ശേരിയിലേക്ക് വരികയാണ് അർച്ചന. അതേസമയം സേതുവിന് ഇൻസുലിൻ കൊടുക്കാൻ ഒരുങ്ങുകയായിരുന്നു അനഘ. ഇത് കണ്ടുകൊണ്ട് അനഘയെന്ന് ഉറക്കെ വിളിക്കുകയാണ് അർച്ചന. ഇത് കേൾക്കുന്ന അനഘ ഞെട്ടലോടെ അർച്ചനയെ നോക്കുമ്പോൾ അർച്ചന പറയുകയാണ്, ഇൻസുലിൻ എടുക്കാൻ സമയമായിട്ടില്ല, ഞാൻ എടുത്തോളാം. ഏട്ടത്തിക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുക്കാൻ പറഞ്ഞ് അനഘ അവിടെ നിന്ന് പോകുന്നു. അതേസമയം പേടിയോടെ ഇൻസുലിൻ കുപ്പിയിലേക്ക് നോക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ നിൽക്കുന്ന സച്ചിയുടെ അരികിലേക്ക് ചെല്ലുന്ന അർച്ചനയെയാണ്. സച്ചിയേട്ടൻ ഇന്ന് ഓഫീസിൽ നിന്നും നേരത്തെ വന്നുവെന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ്, അല്പം നേരത്തെ ഇറങ്ങിയതാ. ഞാൻ ഇന്ന് അജയനെ കണ്ടിരുന്നു. അവനോട് ഞാൻ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ പറഞ്ഞപ്പോൾ അവൻ പറയുകയാണ് പറ്റില്ലെന്ന്. ഞാൻ അവനിട്ട് ഒരെണ്ണം പൊട്ടിക്കുകയും ചെയ്തു. അവനൊരു ഫ്രോഡാണെന്നാ എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ കേൾക്കുന്ന അർച്ചന ഒരു ഞെട്ടലോടെ സച്ചിയെ നോക്കുകയാണ്. നമുക്ക് ഈ വിവാഹം മുടക്കാൻ മറ്റെന്തെങ്കിലും വഴി നോക്കണമെന്ന് സച്ചി പറയുന്നു. അല്ലെങ്കിൽ എല്ലാവരോടും ഈ രജിസ്റ്റർ മാരേജിന്റെ കാര്യം തുറന്നു പറയണം. ആദ്യം എല്ലാവരും ഒന്ന് വിഷമിക്കും, പിന്നീട് എല്ലാം ശരിയായിക്കോളും. നിവൃത്തിയില്ലെങ്കിൽ ഞാൻ തന്നെ അച്ഛനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയും. അവന്തികേട്ടത്തിയും അനഘയും എന്താണെന്ന് വെച്ചാൽ വിചാരിക്കട്ടെ എന്നും സച്ചി പറയുന്നു. ആദ്യം അജയന്റെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ എടുത്ത് നോക്കട്ടെ, എന്നിട്ടാകാം ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുമ്പോൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.